ജിത്തുഭായ്, മൈത്രേയനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മൈത്രേയന്റെ പല കാര്യങ്ങളും എന്താ പറയാ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ചിന്തകൾക്ക് അപ്പുറത്താണ് മൈത്രേയന്റെ പല കാര്യങ്ങളും വരാറ്. ചില എനിക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു 1-2% കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാറുള്ളൂ. എനിക്ക് മൈത്രേയന്റെ കാര്യത്തിൽ ഈ ദൈവം റിലേറ്റഡ് ആയിട്ട് പറയുന്ന കുറെ ഐറ്റംസ് ഇല്ലേ, ആ സംഗതികൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ളൊരു തോന്നാറുണ്ട്. അല്ലാത്ത പക്ഷം പറയുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു പരിധിയിൽ നോക്കിയാൽ എവിടെയൊക്കെയോ ഓക്കെ തോന്നും. പക്ഷെ അത് പറയുന്ന രീതി, അത് എലാബറേറ്റ് ചെയ്യുന്ന ഒരു രീതിയും കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഇറിറ്റേറ്റഡ് ആവും. അത് മാത്രമല്ല, ഇപ്പത്തെ ഒരു നമ്മളെ സോഷ്യൽ ഫാബ്രിക്കിന് വളരെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള കുറെ ചിന്താഗതികളാണ് ഇയാൾ കൊണ്ടു നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും മൈത്രേയന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ജിഞ്ചർ മീഡിയയിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ റോഹൻ ലോണല്ലേ, രോഹന്റെ ഒപ്പമാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഹാഷ്മി ഈ മൈത്രേയൻ ഇന്റർവ്യൂ 24 ജനകീയ കോടതി ഹാഷ്മിക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത്. മൈത്രേയന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈത്രേയനൊപ്പമുള്ള ആരാണോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ, അവർക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാറില്ല. മൈത്രേയന് പറയാനുള്ള പോയിന്റ്സ് റേഡിയോ തുറന്നു വെച്ചാൽ അതിന് മൈത്രേയൻ പറയും, ബാക്കിയുള്ളവരത് വെള്ളം തൊടാതെ വിഴുങ്ങണം. അതിനാരെങ്കിലും ഓപ്പോസിറ്റ് പറഞ്ഞാൽ അവരെ ഒരുമാതിരി അധിക്ഷേപിച്ചാണ് അയാൾ സംസാരിക്കുക, എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ ഈ രോഹന്റെ കേസിൽ എന്താ വെച്ചെങ്കിൽ, രോഹൻ കുറച്ച് കൂളാണ്, അഗ്രസീവ് ആവില്ല, പ്രൊവോക്ഡും ആവില്ല. അല്ല, ആ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവും. അയാൾ എങ്ങനെ അങ്ങനെ പിടിച്ചു തന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര അതിശയിച്ചു. രോഹൻ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗവും പിന്നെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ എൻ്റെ കൺവിക്ഷൻസാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റോഡിൽ ഇറങ്ങി പണി തുടങ്ങിയിട്ട് പലതരത്തിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. അപ്പോൾ അത്രത്തോളം കേരളത്തിലെ ജനതയും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എനിക്ക് അറിയാവുന്ന, ഞാൻ എന്തായാലും പോകാത്തൊരു ജില്ലയില്ല, പിന്നെ എനിക്ക് പോകാത്ത ഗ്രാമങ്ങളുണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളെ അറിയാം, ജനതയെ അറിയാം, അവരെല്ലാം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്, അത് മനുഷ്യരെ നേരിട്ട് അറിയുന്ന അറിവുകൾ. പിന്നെ ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ പുതിയ ആരെങ്കിലും വീട്ടിലല്ലേ താമസിക്കുന്നത്, അത്രത്തോളം മനുഷ്യരെ നേരിട്ട് അറിയുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോ മൈത്രേയൻ പറയുന്നത് മൈത്രേയന്റെ എക്സ്പീരിയൻസ്, ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് മൈത്രേയൻ പല കാര്യങ്ങളും. മൈത്രേയൻ്റെതായിട്ടുള്ള തിയറീസ് ഉണ്ട്, കോൺസ്പിറസീസ് ഉണ്ട്. മൈത്രേയന്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണെന്നുള്ളതാണ്. അതായത് മൈത്രേയൻ ഇങ്ങനെ എവിടെ നിൽക്കാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയിൽ സംശയം ചോദിച്ചോട്ടെ, അയാൾ പല വീടുകളിലും താമസിക്കേണ്ടി വരുന്നല്ലോ, അയാളെ ചിന്താഗതികൾക്ക് അനുസരിച്ച് ജീവിച്ചോ പോരുന്ന ആളുകളെ കൂടെ അല്ലേ ഇയാൾ താമസിക്കുന്നത്? അല്ല, അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ റാൻഡംലി അയാൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാം. അയാൾ അവിടെ പോയിട്ട് അവരുടെ രീതിയിലേക്ക് മാറി ജീവിക്കുന്നതാണ് അയാൾ പറയുന്നത്. പിന്നെ മൈത്രേയൻ പറയുന്നത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, രണ്ട് വീട്ടിൽ രണ്ട് വഴിക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇയാൾ പോയി ചെന്ന് നിന്നിട്ട് ഭാര്യനെയും ഭർത്താവിനെയും ഒരു വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. പക്ഷെ ഭാര്യ ഭർത്താവ് അല്ലാത്ത രീതി അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കും എന്നുള്ളതൊക്കെയാണ് ഇയാള് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ നമ്മള് അറിയില്ലടേ, ഇപ്പൊ നമുക്ക് ഇയാൾ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇയാൾ എന്തൊക്കെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ ഹാവ് ഗിവൺ 0 കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. മനസ്സിലായോ? കാരണം ഇത്രത്തോളം ഉപദേശം തരുന്ന ഒരാളല്ലേ. ഞാൻ നേരത്തെ അടുത്ത് അതാ ചോദിക്കാൻ കാരണം, ഇയാൾ എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? കാരണം എന്താ പറയുക, ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, APJ അബ്ദുൽ കലാം ഇല്ലേ, APJ അബ്ദുൽ കലാം മിസൈൽ മാൻ, അദ്ദേഹത്തിനെ കുറിച്ച് ഇയാൾ പറഞ്ഞെന്താ അറിയോ, വളരെ മോശമായ കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവിനകത്ത്, കഴിഞ്ഞൊരു ഇന്റർവ്യൂവിനകത്ത്. അതായത് APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് ഇല്ലേ, അതിനൊക്കെ ഒരുമാതിരി പറ്റങ്ങട്ട് ഷെയിം ആക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോണ്ടല്ലോ, നീ എന്താടാ ചെയ്തെന്നുള്ളൊരു ചോദ്യമാണ് ആ സമയത്ത് വളരെ കറക്റ്റാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത്, നിങ്ങൾ എന്ത് കോപ്പാണെന്നുള്ളതാണ്. നീ ആരാ, അതായത് തനിക്ക് എന്താണ്, നീ എന്ത് ചെയ്തിട്ടാണ്, വയസ്സുകൊണ്ട് മാത്രമാണ് പല ആങ്കേഴ്സും എന്ത് തിരിച്ചൊന്നും പറയാത്തതും പൊട്ടിക്കാതെ വിടുന്നതും. കാരണം APJ അബ്ദുൽ കലാമിനൊന്നും പറയാൻ മാത്രം മൈത്രേയൻ എന്ന് പറഞ്ഞിട്ടുള്ള മൈത്രേയനൊന്നും ആയിട്ടില്ല, ആരും അല്ല മൈത്രേയൻ. ഓക്കെ, അനുഭവങ്ങൾ കാണും, അതിപ്പോ എനിക്കും കാണും, കൊച്ചുകുട്ടി മുതൽ വയസ്സായ വർഷം ജീവിച്ച അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ആ അനുഭവങ്ങൾ വേറെ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ. പിന്നെ എല്ലാം അറിയുന്നുള്ള ഒരു ഭാവമാണ് അയാൾക്ക്, മുന്നിലിരിക്കുന്ന ആൾക്ക് ഒന്നും അറിയില്ല, അയാൾക്ക് എല്ലാം അറിയാന്നുള്ളൊരു ഭാവമാണ്.
കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ആ കുടുംബം പിരിച്ചു വിട്ടത് എന്ന് വിചാരിച്ച് ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കി, ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് തീർന്നു എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ആൾക്കാരത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഇയാൾ ഈ കുടുംബം പിരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും കുടുംബം? ഭാര്യ ഭർത്താവ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് കല്യാണം കഴിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നണേ. ലിവിങ് ടുഗദർ ആയിരുന്നു ഇവരുടെ റിലേഷൻ. പിന്നെ എങ്ങനെ പിരിച്ചുവിടാൻ പറ്റി ഇയാൾക്ക്? ഇയാള് വല്ല സ്കൂൾ പിരിച്ചു വിട്ടു എന്നുള്ള പോലെയാണ് കുടുംബം പിരിച്ചു വിട്ടു. എന്ത് കുടുംബം പിരിച്ചുവിടാൻ? കുടുംബം ഉണ്ടെങ്കിലല്ലേ പിരിച്ചുവിടാൻ പറ്റൂ. കുടുംബം ഇല്ല, ഒരു ലിവിങ് ടുഗദർ റിലേഷൻ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പിരിച്ചു വിട്ടു എന്ന് ഇയാൾ ഇത്ര പറയുന്നുണ്ടല്ലോ, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. പിരിച്ചു വിട്ടു എന്ന് പറയുമ്പോ നാട്ടുകാരെന്താ വിചാരിക്കുക? സെപ്പറേറ്റഡ് ആയിട്ട് പോയി അല്ലേ, അങ്ങനെ വിചാരിക്കുക. പക്ഷെ ഇവരിപ്പോഴും 10-15 കൊല്ലമായിട്ട് ഒപ്പം ഒരു വീട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷെ പിരിച്ചു വിട്ടു. അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയില്ല എന്നാ പറയുന്നത്. നമ്മളെല്ലാരും പൊട്ടന്മാരാണല്ലോ അല്ലേ? ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ പറഞ്ഞു നിൽക്കാൻ ഒരു ന്യായം അല്ലെങ്കിൽ ഒരു തരം എന്താ പറയാ, അയാളായിട്ട് ഉണ്ടാക്കിയ കുറെ തോട്ട്സും ഐഡിയോളജിയും മാത്രമാണ്. ഞാൻ പറയുമ്പോൾ എങ്ങനെ അറിയോ, ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു സിറ്റുവേഷനിൽ നമുക്ക് താല്പര്യം നഷ്ടപ്പെട്ട കട്ട് ഇറ്റ് ഓഫ് ആൻഡ് മൂവ് ഓൺ. മനസ്സിലായോ? മാറിപ്പോവുക പിന്നെ അവിടുന്ന്. പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. വി ഹാവ് നോ കമ്മിറ്റ്മെന്റ്സ്. പക്ഷെ ഇയാൾ എന്താ പറയുന്നത്? എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് കുട്ടി ഉണ്ടാവുന്നത് വരെ ഉള്ളൂ, കുട്ടീനെ വളർത്തുന്നത് വരെ ഉള്ളൂ. ഞാൻ ആ ബന്ധം മുറിച്ചു, പക്ഷെ ഭാര്യ എൻ്റെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ ഭാര്യ എന്നുള്ള വാക്കും പിരിച്ചു വിട്ടു. ഭാര്യ എന്നുള്ള വാക്ക് ഇയാൾക്ക് പിരിച്ചുവിടാൻ പറ്റില്ല. കാരണം ഇയാൾ എന്റെ അറിവിൽ ലിവിങ് ടുഗദറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇങ്ങനെ പിരിച്ചുവിടാൻ പറ്റും? പിരിച്ചുവിടാനും പറ്റില്ല ഇയാൾക്ക്. അപ്പൊ ഇയാൾ പറയുന്ന ആ കമ്മിറ്റ്മെന്റ് തീർന്നിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വ്യക്തിയോടോ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക്, ആ കമ്മിറ്റ്മെന്റിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, നമുക്ക് അതിൽ താല്പര്യം നഷ്ടപ്പെട്ട ആ കമ്മിറ്റ്മെന്റ് ഒഴിവായ പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം. അല്ലാതെ പിന്നെ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിന്നിട്ട് ഞാൻ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാലും ഞാനിവിടെ നിൽക്കും, അതെന്റെ മറ്റേ പവറാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാ ആൾക്കാരോട് വന്നിരുന്നിട്ട് വായ്ത്താളം അടിക്കാൻ പറ്റും. അയാൾക്ക് ചുറ്റും അയാളെ സ്വന്തം കുറച്ച് തിയറി വെച്ചൊരു വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്. ഇയാളെ തിയറീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബൃഹത് കുടുംബം, ബൃഹത് എന്താ പറയാ ലോകം എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ഈ സന്യാസികളുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇയാൾ ഈ പറഞ്ഞ പല വീട്ടിലേക്കും പോണ പരിപാടിയൊക്കെ ഇല്ലേ, ഇത് പണ്ടത്തെ സന്യാസികൾ ചെയ്ത പരിപാടിയാണ്. സന്യാസി വര്യന്മാരില്ലേ, മുനിമാരൊക്കെ, അവരിങ്ങനെയായിരുന്നു. അവർക്ക് ലോകമാണ് അവരെന്ത് കുടുംബം, ലോകമാണ് അവരുടെ കുടുംബം, ലോകത്തിന് അതിർവരമ്പുകളില്ല, എല്ലാ കുടുംബവും എന്റെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഏത് വീട്ടിലും താമസിക്കും, എവിടെയും നിൽക്കാം, ഭിക്ഷാന്തേഹി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും ചിന്ത. അതായത് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോ ഇയാളുടെ തോട്ട് MDMA-ലും കഞ്ചാവിലും മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അല്ലാത്ത കാര്യത്തിലൊക്കെ ഇയാൾ പിന്നോട്ടാ. അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ ഈ ലഹരി ആയിട്ടുള്ള തോട്ട് മാത്രമാണ് ഇയാൾ മുന്നോട്ട് വെക്കുന്നത്. ബാക്കി തോട്ടൊക്കെ ഇയാൾ പിന്നിക്കാൻ പോണേ. ഈ പിരിച്ചു വിട്ടവര് രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഈ ഒന്നിച്ച് നടക്കുന്നതെന്നൊക്കെ പറയണ്ടേ, അത് അവര് ചോദിക്കുന്നില്ല. ആ പിരിച്ചുവിടലിൽ ശരിക്കും ഇല്ലാതാവുന്ന എന്താ? ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലാതാവലെയാണോ പിരിച്ചുവിടൽ എന്ന് ഉദ്ദേശിക്കുന്നത്? രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അത് തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് കുട്ടികളെ വളർത്തി തീരത്തില്ല. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും, കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെ നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. അങ്ങനെയുണ്ട്. അതായത് ഈ പ്രാകൃതമായിട്ട് ഒരു മനുഷ്യന് എവല്യൂഷൻ വേണ്ടേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എവല്യൂഷനാണ്. മനുഷ്യൻ മാത്രമല്ല, നമ്മളെ ചുറ്റുപാടൊക്കെ നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ ചുറ്റുപാട് ഇവോൾവ് ചെയ്യും. ജീവിത സാഹചര്യങ്ങൾ 100 കൊല്ലം മുന്നുള്ളതല്ല ഇപ്പോഴുള്ളത്. മനുഷ്യന്റെ ചിന്താഗതി, പ്രവൃത്തി ഒന്നും 100 കൊല്ലം മുമ്പുള്ളതല്ല ഇപ്പൊ. കാലം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മുന്നോട്ട് സഞ്ചരിക്കണം ശരിക്കും. അതെ, ഇത് ഇപ്പൊ അഡാപ്റ്റേഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫാമിലി ബോണ്ടിങ് എന്നൊക്കെ മാറി ന്യൂക്ലിയർ ഫാമിലി ആയി. അതേപോലെ നമുക്ക് പല പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഒരു കാര്യം മാത്രം നമുക്ക് മാറാതെ നിൽക്കുന്നുണ്ട്. എന്താ? ലോകത്ത് എവിടെ പോയാലും ഒരു കാര്യം മാറുന്നില്ല, രക്തബന്ധം എന്ന് പറഞ്ഞ സംഗതി. ലൈഫിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രക്തത്തിന് തിരിച്ചറിയുന്നു പറഞ്ഞ പോലെ രക്തബന്ധങ്ങളുടെ ഒരു വാല്യൂ അത് ഭയങ്കരമാണ്. ഇപ്പം ഈ
മൈത്രേയനെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരുപാട് മൈത്രേയൻ ഫാൻസ് ഉണ്ട്. നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ഇയാൾ പറയുന്ന കഞ്ചാവും MDMA കേസിൽ മാത്രമാണ് നിങ്ങൾ ഇയാളെ കൊട്ടിഘോഷിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇയാളുടെ ബാക്കി തിയറീസ് നിങ്ങൾ എടുത്തു നോക്കുക. ഇയാൾ പറയുന്നത് എന്താ, മനുഷ്യൻ ഈ മൃഗങ്ങളെ പോലെ ആവണം, പട്ടിയെ പോലെയും റോട്ടിൽ പോണ പൂച്ചേനെ പോലെയും ബാക്കി മൃഗങ്ങളെ പോലെ ആവണം. കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇണയെ തേടുന്നു, ആ ഇണയിൽ കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടി വളർന്നിട്ട് ആ കുട്ടിക്ക് ഒരു സെൽഫ് സ്റ്റേബിൾ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഓക്കെ ബൈ, അപ്പൊ ആ ഭാര്യേനെ അവിടെ ഇട്ടു, കുട്ടീനെ അവിടെ ഇട്ടു, അടുത്തൊരു ഇണയെ തേടി പോകുന്നു, വീണ്ടും കുട്ടീനെ ഉണ്ടാക്കുന്നു, വീണ്ടും അതിനൊരു സ്റ്റേജിലെത്തും. അല്ല ഞാനാണെന്ന് ഇയാൾ ഈ മെഷീനും കൊണ്ട് എങ്ങനെയാണ് അല്ല ഇയാളെ മെഷീൻ ഇല്ലല്ല, ഇയാളെ മെഷീൻ ഇല്ലാന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല പല സമയത്തും. ഇയാളെ മെഷീൻ വർക്ക് ചെയ്യിച്ചിട്ടില്ലാന്ന്. ഇല്ലല്ല ഇയാളെ മെഷീൻ വർക്ക് ചെയ്യിച്ചിട്ടില്ലാന്ന് ഇയാള് ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. വായു എടുക്കലായിരിക്കും. ഞാൻ അല്ല ഈ കോൺസെപ്റ്റ് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇയാള് പറയുന്നത് ഇപ്പൊ ഇയാള് പറയുന്ന കോൺസെപ്റ്റിൽ ഇയാളുടെ ഫാൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്ലേ ബോയ് എന്ന് വിളിക്കും, ഇല്ലേ? നല്ല കളിക്കാരനാണല്ലോ എന്ന് പറയും. ഈ കോൺസെപ്റ്റില് സൊസൈറ്റിയിൽ 10 ആൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സൊസൈറ്റീന്റെ അവസ്ഥ എന്താ? അപ്പൊ ഇയാളുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. ഒരിക്കലും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഈ സംഗതി നടത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോഴുള്ള അച്ഛനമ്മമാരെല്ലാവരും ചെയ്യുന്നത് എന്താ? ഓക്കെ, മക്കളുണ്ടാവുന്നു, ഒരു സ്റ്റേജ് വരെ അവർക്ക് ഇനഫ് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ധരിക്കാനുള്ള കാര്യങ്ങൾ, വസ്ത്രങ്ങളും സാധനങ്ങളും കൊടുക്കുന്നു, ഫുഡ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പിന്നെ കുട്ടികളുടെ വഴിക്കാൻ പോകുന്നത്. അല്ല ഇയാൾ പറയുന്ന അതിൽ കണ്ണിൽ എണ്ണിയിട്ടിട്ട് മക്കളെ കാത്തിരിക്കുന്ന അച്ഛന്മാരില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇയാളത് പുതിയൊരു പാടായിട്ട് ലോകത്തിനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ട് ഇയാൾ എന്തോ സെറ്റപ്പ്. ഇയാൾ പറയുന്നത് കൃഷിയെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം വന്നതാണ്. ഈ മരം മന്ദൂസ് മനസ്സിലാക്കാത്തത്, ഞാൻ LKG UKG കഴിഞ്ഞ് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ എത്തിയപ്പോ തന്നെ മറ്റേ പഠിച്ചിട്ടുണ്ട്, ഹാരപ്പൻ കൾച്ചർ, മെസോപ്പൊട്ടോമിയൻ. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ കൃഷി ഭൂമി കണ്ടുപിടിച്ചു, കൃഷിയിലേക്ക് വന്നപ്പോ മനുഷ്യൻ കോളനൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു, കൃഷിയെ ചുറ്റിപ്പറ്റിയിട്ട് സെറ്റിൽമെന്റ്സ് വന്നു എന്നൊക്കെ. ഇതെല്ലാവർക്കും അറിയാ, കൊച്ചു പിള്ളേർക്ക് അറിയുന്ന കേസാ. താൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ പിരിച്ചുവിടലിൽ ശരിക്കും ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥിതിയിൽ ശരിക്കും ഈ പ്രവർത്തി ഒഴിവാക്കുമ്പോൾ വീട് എന്നൊരു സങ്കല്പത്തിനോട് യോജിപ്പുണ്ടോ? അപ്പൊ വീട് ഉണ്ടായ സാധനമല്ലേ അത്? ഇയാൾ വിചാരിച്ച ഇങ്ങനെ വിചാരിച്ച പോവോ? അല്ല, ഒരു വളരെ കോൺക്രീറ്റ് ആയ സാധനമുണ്ട്. ആ വീടുകളും ഇവിടെ കിടക്കുകയാണ്. അതിനകത്ത് താമസിക്കാൻ ആളില്ലാത്ത വീടുകളാണതല്ല. അതാണ് അതിനകത്ത് പറഞ്ഞത്. കാക്ക കുട്ടിയെ വളരുന്നത് വരെ കൂടുള്ളു. മനുഷ്യൻ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് വേറൊരു തരത്തിൽ ഇങ്ങനെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാതായി പോയതുകൊണ്ടാണ്. ശരി, അതായത് കൃഷിയെ ബന്ധപ്പെട്ടിട്ടാണ് വീട് നിൽക്കുന്നത്. വീട് എന്ന് പറഞ്ഞത് ഒരു ഫിസിക്കൽ സാധനമല്ലേ, അത് ഇങ്ങനെ ആക്കിയാ പോവില്ല എന്നാ പറഞ്ഞത്. വീട്ടിൽ താമസിക്കാൻ ആളില്ല. അല്ല, അച്ഛൻ മക്കൾ ബന്ധം ഇങ്ങനെ ആക്കിയാ പോവും. ബ്ലഡ് റിലേഷൻ, ഭാര്യ ഭർത്താവ് പോവും. താൻ ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ആക്കിയാ പോവും. 18 വയസ്സ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആക്കിയപ്പോൾ പോയോ കനികുസൃതി? നല്ലൊരു കനികുസൃതിനെ നോക്കി ആക്കി കനികുസൃതിയാണ് പോയി, വീട് പോയ പോലെ തന്നെ. പൊന്നു മൈത്രേയ, തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ, ജോലിക്ക്. ഇപ്പൊ മനുഷ്യന്മാർ അങ്ങനെയാണ്. ഞാൻ പഠിച്ചു, എനിക്ക് ജോലി കിട്ടുന്നത് ദുബായിലാണെങ്കിൽ ഞാൻ അവിടെ പോയി സെറ്റിൽ ആവും. ഓക്കെ, വെരി നോർമൽ കാര്യമാണ്. ബുദ്ധിജീവി പറയണ പോലെയാണ്. ബേസിക്, വെരി ബേസിക് ഐഡിയ. എനിക്ക് എവിടെയാണോ ജോലി കിട്ടുന്നത് ഞാൻ അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. എനിക്ക് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീട് ഞാൻ കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ ഞാൻ അത് വീട് ഉണ്ടാക്കും. എൻ്റെ ലൈഫ് ലോങ് ഞാൻ അവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സെറ്റിൽ ആവും. എടീ, ഇത് മനുഷ്യൻ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാ. അത് തുടർന്ന് പോണം മനുഷ്യന്. മനസ്സിലായോ? ഇപ്പൊ താൻ പറഞ്ഞ പോലെ ഞാൻ ദുബായി പോയി സെറ്റിലായി. ഓക്കെ, എനിക്ക് മക്കളുണ്ടായി, എന്റെ മക്കൾ അമേരിക്കയിൽ പോയി. അത് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് കൂടും കുടുക്കിയിട്ട് അങ്ങോട്ട് പോകണോ? ആരെങ്കിലും പോവോ? എന്റെ ജീവിതം അവിടെയാണ്, ഞാൻ അവിടെ നിന്നു. എന്റെ ജീവിതം നാട്ടിലാണെങ്കിൽ ഞാൻ നാട്ടിൽ നിൽക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ പഴയ പോലെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അച്ഛനമ്മമാരൊന്നും നിൽക്കാറില്ല. ഓരോ അച്ഛനമ്മമാരും നിങ്ങൾ നോക്കിക്കോ, ഒരു 50-40 വയസ്സിൽ ഇപ്പൊ ഉള്ള ആളുകളൊക്കെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് വെച്ചിട്ട് മക്കളെ പഠിപ്പിച്ച് മക്കൾ നിങ്ങൾ വിട്ടോ, ഞങ്ങളെ ജീവിതം ജീവിച്ചുകൊണ്ട് അല്ലേ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ മലപ്പുറത്ത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അയാൾ കോഴിക്കോട് പോകും. അത് ആ സെയിം കാര്യം ഇയാൾ പറയുമ്പോൾ ഇയാൾ അതിൽ എന്തൊക്കെ ഭയങ്കര സംഭവം. എന്റെ ചിന്താഗതിയിൽ ഞാൻ മാത്രം ജീവിച്ചു വരുന്നത്, നിങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. മലപ്പുറത്ത് ഒരാൾ ട്രാൻസ്ഫർ ആയാൽ അയാൾ കോഴിക്കോടാണ് താമസിക്കുന്നത് എന്നിട്ടാണ് അയാൾ പറയുന്നത്.
തിരിച്ച് ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാതെ ആകുമ്പോഴും ഇപ്പോഴും ജയശ്രീയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ വീണ്ടും കാണുന്നു. ഉത്തരവാദിത്തം ഇതൊന്നും പറയുന്നില്ല. ഇയാൾ ഈ പറയുന്ന ഒരു വരി ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, പിന്നെ എന്തുകൊണ്ടാണ് ശരിക്കും ഈ പിരിച്ചുവിടാന്ന് ഉദ്ദേശിക്കുന്നത്? കുട്ടി വളർന്നു കഴിഞ്ഞാൽ കുടുംബമില്ല, ആവശ്യമില്ല. ശരിക്കും അതിൽ സ്വതന്ത്രമാക്കുക എന്നുള്ളതല്ല അർത്ഥം. അത് കുട്ടി സ്വതന്ത്രമാകുന്നത് പോലെ തന്നെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരും കൂടെ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ രണ്ടുപേരും കൂടെ ഒന്നും ചെയ്യുന്നില്ല. അല്ല, ശരിക്കും ഈ കുട്ടി വളർന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ അതിനുവേണ്ടി മാത്രമാണ്. പിന്നല്ലേ എന്തിനാണെന്ന് ഇയാളെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഒരു പാർട്ണർ? എന്തിനാണ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കൊണ്ട് ജീവിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത്രയും ജീവിച്ചാൽ മതി. അതെ, തുടരണമെന്ന് ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി വളരുമ്പോൾ വളരുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഒന്നിച്ചിരിക്കുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഒരു പാർട്ണർ ഇരിക്കുന്നത് അവരുടെ ഇഷ്ടം കൊണ്ടാണ് അവർ ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ കുട്ടി വളരുമ്പോൾ അത് ഇല്ലാതാവുന്നെങ്കിൽ കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഇഷ്ടം സംഭവിക്കുന്നത് ഇല്ലാതായി പോവും. അതൊക്കെ അങ്ങനെ ഇല്ലാതായി പോകുന്നൊക്കെ ഉള്ള വിവരമെങ്കിലും മനുഷ്യർക്ക് വേണം. കുട്ടി വലുതായി കഴിഞ്ഞാൽ കുട്ടി വളരണ്ട, പകുതിയാകുമ്പോ തന്നെ ഇല്ലാതായി പോകും. ആ ഇല്ലാതായി പോകുമ്പോഴും നമ്മളിത് ഏറ്റെടുത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തുടരണമെന്ന് നല്ല മൂച്ചോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ തന്നെ. കുട്ടികളൊരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മിക്കവാറും ഉള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതായി പോകും. ശരിക്കും ഈ 18 വയസ്സ് വരെ എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ലീഗലി നോക്കി ലീഗലി വന്നതാണ് 18 വയസ്സ്. പക്ഷെ അതിന് മുമ്പേ ഈ ഒരു മടുപ്പ് തോന്നിയിരുന്നു അല്ല എല്ലാവർക്കും ജീവിതത്തിൽ? ഇയാളെ എനിക്ക് മടുപ്പ് വന്നവരാണ്. തന്റെ വീട്ടിലും അത് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ മടുപ്പ് ഉണ്ടായിരുന്നു അല്ലടോ. ഇത് അങ്ങനെയല്ല. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണം എന്നോടൊക്കെ. ഇത് എന്താ വ്യക്തിഗതമായ മടുപ്പ് വന്നിട്ട് ഇടുന്നത്. താൻ തലകുത്തി നിന്നാൽ തന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താനൊരു പുല്ലും തിന്നത്തില്ല. അത്രേ അറിയണം. അത് ഇയാൾക്ക് മടുപ്പ് വരുന്നോണ്ടല്ല, വയറ് നിറയുന്നത് കൊണ്ടാണ്. അത് ശരി. ഇയാള് കുടുംബ ജീവിതത്തിനെ കമ്പയർ ചെയ്യുന്നത് ബിരിയാണിനോട്, മനസ്സിലായോ? അതെ, തിന്നിട്ട് വയറ് നിറഞ്ഞാ പിന്നെ കഴിക്കാൻ പറ്റില്ല. അത് വളരെ ഈസി ആണല്ലോ. ബിരിയാണി പോലെയാണല്ലോ അല്ലേ ഭാര്യ ഭർത്താവ് ബന്ധവും അച്ഛനമ്മ അച്ഛൻ മക്കള് ബന്ധമൊക്കെ. എടോ മൈത്രേ, ഒരു കാര്യം ചെയ്യട്ടെ. തന്നെ ഉണ്ടാക്കിയ തന്തയും തള്ളിയുണ്ടല്ലോ, പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഉണ്ടാക്കി പുട്ടും കുറ്റി മാതിരി ഇങ്ങനെ കുത്തിയിട്ടിട്ട് പിന്നെ വളർത്താതിരുന്നോണ്ടാ താൻ ഈ നിലയിൽ ഇങ്ങനെ നിന്ന് ചലക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കി വളർത്തിയോണ്ട് നമുക്ക് ആ നോക്കി വളർത്തിയതിൻ്റെ ഒരു വില മനസ്സിലാവും. തിരിച്ച് അവർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നാളെ അടുത്ത ജനറേഷൻ അത് പാസ് ചെയ്യും. അത് കുറെ മൂല്യങ്ങളാണ്, ബേസിക് തിങ്സ് ആണ് അതൊക്കെ. അല്ല താൻ പറയുന്ന പോലെ ഇയാളെ പാരന്റ്സും അങ്ങനെ തന്നെയാണോ വന്നത്? കട കൂട്ടി ചാവി വലിച്ചെറിഞ്ഞ തന്നെയാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. മനസ്സിലായോ? മര്യാദയ്ക്കൊന്നും ആവില്ല. ബാത്റൂമിൽ പോയപ്പോ ക്ലോസറ്റ് ചാടിയതാവും, അവിടെ നിർത്ത് വളർത്തിയിട്ടുണ്ടാവും. അല്ലാതെ ഇവനോടൊക്കെ എന്ത് പറയാനാ? പറയാതിരിക്കാൻ പറ്റില്ല. കുറെ ആയി ഇവനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇമാതിരി അന്തം വിട്ട പരിപാടികൾ വിളിച്ചു പറയാ. എന്നിട്ട് കുറെ ആൾക്കാർ ഞാൻ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇയാളുടെ പ്രോഗ്രസീവ്നെസ് അല്ലത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇയാൾ ഈ മറ്റേ ലഹരിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർത്താനം പറയുന്നത് കൊണ്ട് ഇയാൾ പ്രോഗ്രസീവ് ആവില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ കുറെ മണ്ടൻ ചിന്താഗതികളാണ് ഈ സാധനങ്ങളൊക്കെ. ഇയാളിപ്പോ ഈ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഏത് നമ്മൾ മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ പോകും. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം ജീവിതത്തിലെ കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയാം എന്റേത് അങ്ങനെയല്ല, എന്റേത് അങ്ങനെയല്ല. മാത്രമല്ല അത് ചോദിക്കണ അയാൾക്ക് ഇഷ്ടാവണില്ല. 10-13 വർഷമായിട്ട് ഇപ്പോഴും ആ സ്ത്രീയുടെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്. മടുത്ത് കഴിഞ്ഞ് മാറിപ്പോയി വേറെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇയാളൊരു കാര്യം ചെയ്യ്, ഇയാള് മതിലടി കഥ ഉള്ളുകൾ പറ, എത്രണ്ണത്തിനൊപ്പം പോയി, അവിടെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ ചോദിച്ചാൽ പറയില്ല ഞാൻ കുറെ ആൾക്കാരുടെ ഒപ്പൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. അല്ല, സംഗതി ഇയാള് ഭാര്യനെ പറ്റിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അത് പറയണേന്ന് പറയാം, അത് കുറച്ച് പ്രോഗ്രസ്. ഇയാള് സത്യം പറഞ്ഞ ഷർട്ടും പാന്റും ഇട്ടിട്ട് ഈ താടിയും മീശയും വെച്ച ഒരു മുനിയില്ലേ, തലയിൽ കെട്ടും കെട്ടി 2 രുദ്രാക്ഷം ഇട്ട് ഇങ്ങനെ ഇട്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയ മുനിമാരെ സെയിം കോൺസെപ്റ്റ്, ഒരു മാറ്റവും ഇല്ല. ഈ ഋഷിമാരും മുനിമാരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പോണോടത്തൊക്കെ എന്ത് സെറ്റപ്പും പരിപാടികളും പരിവാരങ്ങളും. പക്ഷെ അവർക്ക് ഇത്ര ഇയാളെ പോലത്തെ വിവരക്കേട് ഉണ്ടായിരുന്നില്ലാന്ന് എനിക്ക് തോന്നുന്നത്. സത്യം. ഈ ശരിക്കും 20 വയസ്സിൽ ഈ പറഞ്ഞ പോലെ പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഉത്തരവാദിത്തം അവസാനിക്കുന്നു പറയുമ്പോഴും 13 വർഷത്തിലെ ഈ പറഞ്ഞ വിയോജിപ്പ് എന്നിട്ടും വയറ് നിറയുന്നത് പോലെയാണ്. പക്ഷെ വയറ് നിറഞ്ഞിട്ടും പിന്നെയും ഒരു 6-7 കൊല്ലം നിലനിന്നിട്ടുണ്ട് മകൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാ കുടുംബങ്ങളിലും അത് തന്നെയല്ലേ കുടുംബങ്ങളിലെ അവര് പിരിഞ്ഞ് വേറെ താമസിക്കുന്നിടത്ത് പോയി ആ കുടുംബത്തിനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വേറെ താമസിക്കുന്നവരെ പിരിച്ച് വീട്ടിലെത്തിക്കും. അതായത് അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പൊന്നാളി ആ തലച്ചോറ് എടുത്തിന്റെ ആസയ്ക്ക് കൊടുക്കും, മനസ്സിലായോ? എന്നിട്ട് അവരോട് റിസർച്ച് നടത്താൻ പറ. എന്റെ വീട്ടിൽ അങ്ങനെയല്ല. ഞാനും ഭാര്യയും തമ്മിൽ 13 വർഷം പിരിഞ്ഞിരുന്നിട്ട് മകളെ നോക്കാനുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് പിന്നെ 6 വർഷം എന്ത് ചെയ്തു, അവിടെ അത് സഹിച്ചു നിന്നത്. താൻ എന്താ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്?
തനിക്ക് മടുപ്പ് തോന്നിയാൽ താൻ എന്ത് ചെയ്യും? വേറെ ബന്ധത്തിലേക്ക് പോകും. കുട്ടി എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഇതന്നെയൊക്കെയാണ് എല്ലാ വീട്ടിലും നടക്കുന്നത്. രോഹൻ ചോദിക്കുമ്പോൾ പറയണേ, അല്ലല്ല എൻ്റെ വീട്ടിൽ നടന്നത് അതല്ല, എൻ്റെ വീട്ടിൽ നടന്നതേ അതല്ല. സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് അൾട്രാ ഡിഫൻസിന്റെ 2 ലെയർ എടുത്ത് മുന്നിൽ വെക്കും. ഇന്നോട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ പാടില്ല, എനിക്ക് അതിന് ഉത്തരമല്ല. ഇനി ഇതിന്റെ ഏറ്റവും ഇയാളെ ഹിപ്പോക്രസി എന്താ അറിയോ? ഇയാൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഇയാള് അപ്പുറത്തിരിക്കേണ്ട ആള്, നീ പൊട്ടനാണ്, നീ മണ്ടനാണ്, എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ബുദ്ധിയുണ്ടോ, എനിക്ക് വിവരമുണ്ടോ, എടാ ബ്ലഡി ഫൂൾ, തനിക്കത് വല്ലതും ഉണ്ടോ? പറഞ്ഞത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ചിരിയാ വരുന്നത്. ഇനി ഏതെങ്കിലും പുതിയൊരു സാധനം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ ആഷ്മിയാണ്. അതെന്താ അറിയോ? ഹാഷ്മീനെ ഇന്ന് തികച്ച് കിട്ടി. നാട്ടുകാർ ആ കമന്റ് ബോക്സിൽ ഹാഷ്മീനെ പറഞ്ഞെങ്കിലും എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ജനകീയ കോടതി കണ്ടപ്പോ എന്താ അറിയോ, ഇയാൾക്ക് പല സ്ഥലത്തും ഉത്തരം മുട്ടിയിട്ടുണ്ട്. ഇയാളെ മൈൻഡിൽ നിന്ന് ഇപ്പോഴും ഹാഷ്മീന്ന് പോയിട്ടില്ല. അതാണ് അത് പിടിച്ചോണ്ട്. അതുകൊണ്ടാണ് ഇയാൾ പല ഇന്റർവ്യൂവിൽ ഇപ്പൊ രോഹനോടാണെങ്കിലും ഈ ഹാഷ്മിയെ പോലെ അജണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഹാഷ്മീന്റെ ഇന്ന് തികച്ച് കിട്ടി, രാഹുൽ ഈശ്വറിന്റെ ഇന്ന് തികച്ച് കിട്ടി. ഇയാൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ ഇയാൾ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് എക്സെൻട്രിക് ആവും. ഇയാള് 13 വർഷം ശരിക്കും ജയശ്രീയോട് മാത്രമായിരുന്നു പ്രണയവും ഇഷ്ടവും. അങ്ങനെ തന്നെയാണ് ഉണ്ട്. അത് ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞ അത് ജയശ്രീയോട് മറ്റുള്ളവരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അവരോട് ഇഷ്ടം തോന്നാത്തതുകൊണ്ടല്ല. ഒരു സമയത്ത് 2-3 ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ടൈമും അറ്റൻഷനുമാണ് എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത്. ശരി, അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റും? അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെയെങ്കിൽ അംബാനി കോന്തന. അപ്പൊ 13 വർഷം ജയശ്രീ മാത്രം പാർട്ണർ ആയിരുന്നിട്ടുള്ള മൈത്രേൻ കോന്തനാണോ? അംബാനി കോന്തന. അതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം 5000 കോടി 50,000 കോടിയൊന്നും ലോകത്ത് ആർക്കും കോടികൾ ഉണ്ടായിട്ട് ഒരു ഭാര്യ മാത്രമാണ് ഉള്ളെങ്കിൽ അംബാനി കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവാണ്. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗിക ബന്ധം മൈത്രേൻ കോന്തനാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? ഞാൻ അത് ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അപ്പൊ പണം മറ്റു ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ വരാനോ മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിനാക്കാൻ വേണ്ടിയിട്ടാണോ പണം സമ്പാദിക്കുന്നത്? അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട്. എന്തിന്? ഈ പണം ഉണ്ടാക്കാൻ. ഈ പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാതാ. താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിന് ഒരു അതിരുണ്ട്. അംബാനിന്റെ അച്ഛൻ തൂറി കണക്ക് വരെ ഉണ്ടാവും. സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്. എടാ മണ്ടേഷ്, ഞാൻ ഒരു കാര്യം, ഇവൻ ശരിക്കും എന്താ പറയുക, മൈത്രേൽ എന്ന് പറയുന്ന ഐറ്റം ഇയാള് ശരിക്കും എന്താ പറയുക, എനിക്ക് മറ്റേ ആ ശ്രീനിവാസന്റെ ഒരു സിനിമ അല്ലേ, ശ്രീനിവാസൻ ശബരിമലയിൽ പോയി തിരിച്ചു വരും, കമ്മിറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല, അധ്വാനിക്കാൻ വയ്യ, ഒരു പൈസ കിട്ടണത് വെറുതെ ഇരുന്ന് വായ്ത്താളം അടിച്ചിട്ട് ലോകത്ത് ആർക്കും ഇല്ലാത്ത കുറെ കോൺസെപ്റ്റ് കൊടുത്ത് തലയിൽ വെച്ചിട്ട് അത് ഇങ്ങനെ ഛർദ്ദിച്ച് കളയണം. ഇതാണ് ആവശ്യം. അംബാനി മണ്ടറാണ്. എന്താ കാരണം? എങ്ങനെയോ അല്ല, 13 വർഷം ഭാര്യയുടെ ഒപ്പം ജീവിച്ചു. ഭാര്യ എന്നല്ല, പാർട്ട്ണറിന്റെ ഒപ്പം ജീവിച്ചു. അതില് മെഷീൻ ഒരു വട്ടം വർക്ക് ചെയ്തു, കുട്ടി ഉണ്ടായി. പിന്നെ ആ മെഷീൻ വർക്ക് ചെയ്തു എനിക്ക് തോന്നുന്നില്ല. അംബാനി എന്നിട്ട് പറയുന്നു എന്ത് കൗണ്ടർ കേട്ടോ നിങ്ങള്. രോഹൻ ചോദിച്ച കറക്റ്റ് ചോദ്യല്ലേ? 13 വർഷം ഒരു സ്ത്രീയുടെ കൂടെ നിങ്ങൾ ജീവിച്ചു. അന്ന് നിങ്ങൾ ചെയ്ത അതേ പരിപാടിയിൽ ഇപ്പൊ അംബാനി ചെയ്യണം. അംബാനി ഒരു സ്ത്രീയെ കൂടെ ജീവിക്കുന്നു. അതിന് മറുപടി ഇല്ല. അംബാനി ഇതാണെന്ന് അപ്പൊ പറയാ അംബാനി പൊട്ടനാണ്, അംബാനിന്റെ അച്ഛൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഹാർട്ട് അറ്റാക്ക് വന്നു. ശരി, അധ്വാനിക്കണോന് വരൂടെ, പൈസ ഉണ്ടാക്കാൻ അധ്വാനിക്കണോ? തനിക്ക് പൈസയും വേണ്ട, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല, തനിക്ക് ഒന്നിനും വയ്യ. തനിക്ക് നാട് നിരങ്ങി എല്ലാരും വീട്ടിലും കയറി അവരെ കുടുംബ പ്രശ്നവും കേട്ട് അവർ നല്ലോണം തിന്ന് കിടന്നു തുടങ്ങി മുന്നോട്ട് പോകണം ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞവരെ മുനി മൈത്രേയൻ, ഇതാണ് എന്റെ ലൈഫ്. 2 ചന്ദനക്കുറിയും മറ്റേ രുദ്രാക്ഷവും മാറ്റി വെച്ചിട്ട് അയാൾ കണ്ണടിയും ടീഷർട്ടും ഇട്ട് ഇറങ്ങിക്കാൻ മുതല്. എന്തെന്നാണ് അത്? എന്നിട്ട് ഇവനാണോ ഈ പൊക്കി പിടിച്ച് ഇത്രയും ഫാൻ? ഞാൻ ആലോചിച്ച് നോക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആസ്പെക്ട്സ് മാത്രമാണ് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം. അതിപ്പോ എങ്ങനെ അങ്ങനെ തന്നെയാണ്. ചിക്കാരി ശംഭു ഒക്കെ ഒരു 10 എണ്ണം എങ്ങനെയെങ്കിലൊക്കെ വെടിവെച്ച് വീണാലും അല്ലെ, അടുത്ത 2 എണ്ണം ചിലപ്പോ വെടികൊള്ളും. ആ ഐറ്റം മാത്രമേ താഴുള്ളൂ. അയ്യേ, ഞാൻ സത്യം പറയുമ്പോ എന്താ പറയാ, ഇയാള് ടു ബി ഹോണസ്റ്റ് ഇയാളെ ഫാൻസ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ലഹരിയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നവരില്ലേ, ആ ടീംസിന് ഇയാളെ പറ്റും. കാരണം അവര് പറയുന്ന പല കാര്യങ്ങളും ഇയാളെ എൻഡോസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഇയാളുടെ കോൺസെപ്റ്റും ഇയാളുടെ ഈ കോൺസ്പിറസിയും ഒക്കെ ഉണ്ടല്ലോ, വെറും ബ്ലണ്ടറാണ്. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇയാൾക്ക് പോസിബിൾ ആവും. കാരണം എന്താ അറിയോ, ഇയാളൊരു കുഴിമടിയനാണ്, പണിയെടുക്കാൻ വയ്യ, ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്തു, പാർട്ട്ണറെ ഒഴിവാക്കി, കുട്ടീനെ ഒഴിവാക്കി.
ഇയാൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യാത്തത് കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇയാൾ പ്രവോക്കും. അല്ല സത്യത്തിൽ അയാൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനോട് അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചത് ഇങ്ങനെ ഉണ്ടിറങ്ങി ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്കായിരിക്കും. ഫുഡൊക്കെ ഇതാക്കാൻ വേണ്ടി ഇയാൾ രാവിലെ ഒരു ടീഷർട്ട് ഇട്ട് മീശ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ മാത്രമേ ചെയ്യണ്ടാവുള്ളൂ. ഇയാള് ഞാൻ ആലോചിക്കുന്നത് ഈ 100-400 വീട്ടിലൊക്കെ പോയി താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരുടെ ഇപ്പത്തെ അവസ്ഥ എന്താ? ഞാനത് ആലോചിക്കുന്നത് ആരാ ഇയാളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കയറ്റണതാവോ? ഞാൻ പറയുന്ന സാധനം കേൾക്കാമെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവും. പറയൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൂർത്തീകരിക്കും. ഈ 13 വർഷത്തെ ഇഷ്ടത്തെ അയാൾ എന്റെ അടുത്താണ് ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കുന്നത്. തനിക്ക് അജണ്ടയുണ്ട്. തനിക്ക് വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല. ഞാൻ സംസാരിക്കുന്നത് തനിക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. താൻ വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല. താൻ ആഷ്മിയാണ്, അത്രേ ഉള്ളൂ. അതായത് മൈത്രൻ ഞാൻ കേട്ടു. ഞാൻ ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അനുവദിക്കത്തില്ല. തനിക്ക് അജണ്ട ഉണ്ടോ? അതായത് അനുവദിക്കത്തില്ല. ഞാൻ താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. അതിൽ ഒരു മറുചോദ്യവും ഇല്ല. തനിക്ക് ഒരു മറുചോദ്യവും ഇല്ല. തനിക്ക് വേറെ അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ച് ഒരു കുന്തവും ഇല്ല. ഞാൻ ഇതിനകത്ത് ഇരുന്ന് സംസാരിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് ഒരു മടി ഇപ്പോഴും ഇല്ല. പക്ഷെ തന്റെ ചോദ്യം താൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തനിക്ക് പിന്നെ അത് പറയാൻ ഒക്കത്തില്ല. അത് കാരണം കൊണ്ട് താൻ ഇപ്പൊ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ന്യായമൊന്നും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. താനൊരു കൊച്ചു കാശ്മീർ, അത്രേ ഉള്ളൂ. അതായത് മുട്ടുമ്പോ കൊഞ്ഞലം കുത്താന്നുള്ള പരിപാടി ഇല്ലേ? അപ്പുറത്തിരിക്കണോ എന്തൊക്കെ പറയാൻ പറ്റും മുഴുവൻ വിളിച്ച് പറയുന്നുണ്ട്. അതല്ല, ഇതേ ഇന്റർവ്യൂ പറഞ്ഞ എന്താ പറയാ, എനിക്ക് പണ്ടത്തെ രാജാക്കന്മാരില്ലേ, കുറെ നിലവും പൈസ ഉണ്ടാക്കി. രാജാക്കന്മാരെങ്ങനെ രാജാക്കന്മാരാവുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിട്ടാണ് പിന്നെ രാജാവ് കോൺസെപ്റ്റിക്ക് പോകുന്നത്. ആദ്യം അഗ്രികൾച്ചർ ഏരിയ, അവിടെ ഒരു സെറ്റിൽമെന്റ്, പിന്നെ അതിൽ തന്നെ കയ്യൂക്കുള്ള ആളുകൾ കൂടുതൽ സ്ഥലവും ഇതും വെട്ടിപ്പിടിക്കുന്നു. ഒരു ലോകക്രമം വരികയാണല്ലോ, അതിങ്ങനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇയാള് പറയുന്നത് പൈസ ഉണ്ടാക്കിയ രാജാവിനെ പോലെയാണ് അംബാനി. അംബാനി അപ്പൊ ഇത്രയും പൈസ ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യണം? ആ രാജാവിനെ പോലെ ജീവിക്കണം. ഇന്ന് രാജാവുണ്ടോ? ഇന്ന് ഈ രാജാവ് സെറ്റപ്പ് ഇന്നുണ്ടോ? ഇല്ല. ഒന്ന്. രണ്ടാമത് അപ്പൊ അത് ചോദിക്കുമ്പോ വീണ്ടും രോഹൻ എന്ത് ചോദിക്കും? ഇയാളുടെ ഈ ബന്ധത്തിന്റെ കാര്യം ചോദിക്കും. വൈഫായിട്ടുള്ള 13, ഇയാൾക്ക് ഈ 13 കൊല്ലം ഭാര്യേൻ്റെ ഒപ്പം ജീവിച്ചതും, ഭാര്യയല്ല അവര് പാർട്ട്നേഴ്സായിട്ട് ജീവിച്ചതും, ബാക്കി ഈ മകളെ നോക്കി വളർത്തിയ ഒരു 5-6 കൊല്ലം, ഇതിനയക്ക് ഉത്തരമില്ല. അതിനെ പറ്റി ചോദിച്ചാൽ പോളണ്ടിനെ പറ്റി അതാണ്. അതിനെ കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് ഉത്തരവില്ല. അവിടെ അയാൾക്ക് പ്രൊവോക്ഡ് ആവും, അയാളെ ബോഡി ലാംഗ്വേജ് മാറും. ഇയാളെ കുത്താൻ പറ്റിയ ഏറ്റവും വലിയ പോയിന്റ് അതാ. ഇയാൾ പെടുന്ന പോയിന്റ് അതാ. ഇയാൾ ഈ നാട്ടുകാരെ ഉപദേശിക്കാനും ബാക്കി പരിപാടിക്കും നടക്കുമ്പോ, നിങ്ങൾ നേരത്തെ പറഞ്ഞേ കനി കുസൃതി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബാല്യം നഷ്ടപ്പെട്ടതും അച്ഛന്റെ അമ്മേന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ വന്ന് സ്കൂൾ വരുന്ന ചോദിക്കുന്ന സമയത്ത് അതൊക്കെ എനിക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കനി കുസൃതി പറഞ്ഞത്. അല്ല, ഇയാൾക്കത് വിഷയമല്ലല്ലോ. ഇയാൾക്ക് മറ്റേ കൂട്ടി ചാവി എടുത്ത് വെച്ചില്ല. പിന്നെ അങ്ങനെ അയാൾക്ക് പ്രശ്നമാണ്. സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ വേർക്കൂലോ. ഒരു പാരന്റ്സ് മീറ്റിംഗിന് പോകുമ്പോ വയ്യാത്തോണ്ടാണ് തോന്നുന്നത്. അതെ, ഉത്തരം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. കഴിഞ്ഞോ? തീർന്നില്ലേ? കഴിഞ്ഞില്ലേ? എനിക്ക് മനസ്സില്ല. അതാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ, ചോദ്യം തന്നെ അറിയാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയും. താൻ അറിയാനുള്ള ആളൊന്നും അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, താൻ അജണ്ടയുള്ള ആളാ. എങ്ങനെയാണ് അജണ്ട? ഇതാണ് ഈ എപ്പിസോഡ് നാട്ടുകാർ മുഴുവൻ കാണണമെന്ന് താൻ ആഗ്രഹിക്കുന്ന അജണ്ടയുണ്ട്. പിന്നെ എന്നെ തോപ്പിച്ചാൽ ഹഷ്മിയുടെ മേളിൽ പോകുമല്ലോ. വേറെ കേസുണ്ട്. ഈ നാളുകൾ എന്നെ തോൽപ്പിച്ചാൽ ഹാഷ്മിയുടെ മുകളിൽ പോലും. അപ്പൊ ഹാഷ്മി തന്നെ തോൽപ്പിച്ചു. ശരിക്കും അതാണ് അയാളെ മുള്ളു കിടക്കണം. തോൽപ്പിച്ചു. നാട്ടുകാര് ഫുള്ള് പറയുന്നുണ്ടാ ഇയാൾ ഹാഷ്മിയെ വാരി അടിച്ചു. പക്ഷെ ഇയാളുടെ മനസ്സിൽ എന്താ കിടക്കണേ? ഹാഷ്മിന്റെ മുന്നിൽ ഇയാൾ പോയി. എനിക്ക് സത്യത്തില് ആ ഹാഷ്മിയായിട്ടുള്ള സാധനം കണ്ടപ്പോ തോന്നിയത് ഹാഷ്മിന്റെ മുന്നിൽ ഇയാൾ തീർന്നതാ. രാഹുൽ ഈശ്വരും കൂടി വന്നപ്പോ ഇയാൾ പെട്ട്. അയാൾക്ക് അപ്പോഴൊന്നും സംസാരിക്കാണ്ടായിട്ടില്ല. അല്ല പിന്നെ. അപ്പൊ അതേ സാധനം തന്നെയാണ് അയാൾ ഇവിടെയും രോഹനോടും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല. ഇയാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഇയാൾ പറയും ഇതെന്തിനാ ഇങ്ങനെ ജീവിക്കണ്ടേ, പട്ടിയും പൂച്ചയും ജീവിക്കണ പോലെ ജീവിച്ചാൽ പോരെ, അങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ കാട്ടിക്കൂടെ, 100 ചോദ്യവും 100 മറ്റേ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ലാത്ത സാധനങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്ക് ഈ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് കൊടുക്കാൻ ഇവിടെ കുറേ ആൾക്കാർ വേറെ. പിന്നെ ഇയാൾ ഈ പറയുന്ന ലഹരിയുടെ കാര്യം, ഓക്കെ, അപ്പം അയാൾ എടുത്തു പറയുന്നത് എന്താ? സിഗരറ്റ് ലഹരിയല്ലേ, മദ്യം ലഹരിയല്ലേ, അതിവിടെ വിൽക്കുന്നില്ലേ? ഈ മിനിമം അളവിൽ ഇത് വിറ്റിട്ടും ഇവിടെ അതിന്റെ കൺസപ്ഷൻ കൂടുതലല്ലേ ഉള്ളൂ. അതെ, കുറയുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും കൂടുകയാണ്. ഓരോ ദിവസവും റെക്കോർഡ് ഇട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഇതേപോലെ തന്നെയാണോ ഇവിടെ ബാക്കി സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വിൽക്കാതെ തന്നെ ഇത് ഇവിടെ ഒഴുകുകയാണ്. വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ പുതിയ വേരിയൻസ് അടക്കം പുതിയ സാധനം വന്നിട്ട് ഇനി ഒഴുകും. അപ്പൊ അയാൾ പറയണേ ഇല്ലല്ലോ, അത് വിറ്റ് കഴിഞ്ഞ് മിനിമം ക്വാണ്ടിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ല, ഇവിടെ കിട്ടുമ്പോഴാണ് കിട്ടാത്ത സാധനത്തിന് വേണ്ടി ആൾക്കാർ ഓടുന്നത്. അപ്പൊ ഇനി അതിന് മുകളിലുള്ള സാധനത്തിന് വേണ്ടി ഓടും, അത്രേ ഉള്ളൂ. ലിവിംഗ് ടുഗദറും മറ്റേതും ഒക്കെ ഒരുപോലല്ല. അതാണ് സ്വന്തം ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ താൻ കണ്ടിട്ടില്ല. താനൊരു അടിമയാ. അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് മൈത്രേന്റെ സ്വന്തം ഉത്തരവാദിത്തം? അധ്വാനിക്കാതെ ഒരു പണിയെടുക്കാതെ കണ്ണു കണ്ടൊരു വീട്ടിൽ പോയി കിടന്ന് അവിടുന്ന് തിന്നും കുടിച്ചും അവരുടെ ജീവിതം പഠിച്ച് അതിൽ നിന്ന് തൻ്റെതായിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറി ഉണ്ടാക്കി ഇതേപോലെ ചാനൽ ചർച്ചയിലോ, എന്തിനാ താൻ ചാനൽ ചർച്ചയിൽ വരുന്നത്? ഒരു ചാനൽ തന്നെ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അതിന്റെ വ്യൂവർഷിപ്പ് കിട്ടാനാണ്. മനസ്സിലായോ? അല്ലാതെ പുതിയ അറിവൊന്നുമല്ല അത്. മൈത്രേനെ കൊണ്ടുവരുന്നത് മൈത്രേനെ ഒരു തേങ്ങ ചെയ്തിട്ടുമല്ല ചാനലുകാർ എടുത്തുകൊണ്ടിരുന്നത്. മൈത്രേന് വ്യൂവർഷിപ്പ് ഉണ്ട്. ഞാനിപ്പോ ഈ വീഡിയോ എടുത്ത് വെച്ച് ചെയ്യാൻ കാരണം എന്താ? മൈത്രേന് വ്യൂവർഷിപ്പ് ഉണ്ട്. മനസ്സിലായില്ലേ? അത് മാത്രമേ ഉള്ളൂ എൻ്റെ വാല്യൂ. അതിലും കൂടുതൽ എനിക്കില്ല. താ അതിന്റെ അപ്പുറത്തേക്ക് APJ അബ്ദുൽ കലാമിനൊന്നും കുറ്റം പറയാൻ ആരും ആയിട്ടില്ല. ഇയാളെ വീഡിയോ ആണെങ്കിലും ഇയാളെ വിമർശിക്കുന്ന വീഡിയോ ആണെങ്കിലും ആളുകൾ കാണുന്നത് ഇയാൾക്ക് എന്തോ പറയാണ്ട്, ഇയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആൾക്കാർക്ക് എന്തോ പറയാണ്ട് എന്നുള്ളത് മാത്രം കാണാനാണ്. അല്ലാതെ അതിനൊരു പ്രത്യേക വിവരം കിട്ടുന്നത്. അതും പോട്ടെ, ഇയാൾക്ക് ഇത്ര സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, സൊസൈറ്റിയോട് ഇത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇയാൾ ഈ ചാനലിൽ വന്നിരിക്കുന്ന തത്വവും ഈ പരിപാടികളൊക്കെ പ്രാക്ടിക്കലി താൻ ഇവിടെ ഇറങ്ങി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ച അല്ലേ? ഒരു എക്സാമ്പിൾ കാണിച്ചു, ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല. അതില്ല. ഞാൻ കണക്കിലേക്ക് തന്നെ വരാം. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ MD കേസിലെ നിരോധി എന്ന് പറഞ്ഞ പോലെ ഈ മദ്യനയത്തിൽ അങ്ങനെ നിയന്ത്രിക്കാമായിരുന്നു. നിർത്തി. യൂസ്ലെസ് ആയിട്ട് മിണ്ടാൻ എനിക്ക് വയ്യ. ഞാൻ എന്താണ് ചോദിക്കുന്നത്? എനിക്ക് വയ്യ. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? വിട്ട് തനിക്ക് ഒരു കണക്ക് പറഞ്ഞൂടാ. 6000 കോടിയുടെ വർധനമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ ഈ പറയുന്നേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റില് MDMA കഞ്ചാവാണെന്നുണ്ടെങ്കിൽ പോലും അത്രത്തില് നിരോധിക്കാതെ ഇവിടെ ലീഗിൽ കൊടുക്കണം ആര് പറഞ്ഞ് കൊടുക്കണമെന്ന്? പിന്നെ എന്തിനാണ് നിയന്ത്രണങ്ങൾ വരുത്തണമെന്നായി പറയുന്നത്, നിരോധിക്കരുതെന്നാ പറയുന്നത്. തനിക്ക് എന്നെക്കാളും വിവരം ഈ കാര്യത്തിലെല്ലാം ഉണ്ടല്ലോ. അത് ഈ ക്യാമറയിലിട്ട് നോക്കി പറഞ്ഞോ, ഞാൻ ഇട്ടിരുന്നോളാം. മൈത്രേനോട് കഴിഞ്ഞ് ഇനി ഞാൻ എണ്ണിട്ട് പോകുന്നിടത്ത് എത്തിക്കരുത്. അത് ചെയ്യുന്നതിന് പകരം തനിക്ക് അറിവുണ്ടല്ലോ, പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എണ്ണിട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയണം, ഇയാളുടെ അറിവുകളെല്ലാം പറ. അല്ല, എന്റെ ചോദ്യം നാട്ടുകാർ കേൾക്കുകയല്ലേ? ഞാൻ നാട്ടുകാരോട് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. മൈത്രയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അത് നിരോധിക്കുകയല്ല വേണ്ടത്, നിയന്ത്രിതമായിട്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന്. അത്തരത്തിലെങ്കിൽ സർക്കാർ ചെയ്യുന്നത് മദ്യത്തിന്റെ കാര്യത്തിൽ ഇവിടെ നിരോധിക്കുകയല്ല ചെയ്തത്. ഇത്തരത്തിൽ നിരോധിതമായി, അതായത് നിയന്ത്രിക്കുന്നതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഭയങ്കരമായിട്ട് പുറത്ത് കടകളിലൊന്നും കിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വളരെ വ്യക്തമായിട്ട് എന്തിനാണ് ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞിട്ട് ഇത് വിറ്റഴിക്കാതിരിക്കുകയോ വാങ്ങാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത്ര നിരോധിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര നിയന്ത്രിതമായിട്ട് പോയിട്ടും അതിന്റെ നിയന്ത്രിതം വരുന്നത് ആ 4 വർഷത്തിനടക്കം വരുന്ന 6000 കോടിയോളം ഏറെയാണ് അതിന്റെ വിൽപ്പന വരുന്നത്. അത് മാത്രമാണ് എന്റെ ചോദ്യം. ഇവിടെ അതുകൊണ്ടാണ് അതാണ് തന്നെ നിലപാട്. അത് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കല്ല. നിങ്ങൾ അതെല്ലാം അനുസരിച്ചിട്ട് മദ്യം കഴിക്കാതെയും രഹസ്യമായിട്ട് കഴിച്ച് ചത്തു. അതിൽ മറുപടി അതാണോ? ആ മറുപടി അതാ. കാരണം ഭയങ്കര ആ തരത്തിൽ ഈ വിഷയമൊക്കെ നല്ലോണം അറിയുന്ന ആളല്ലേ. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞ് നാട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുമ്പോൾ വളരെ വിശദമായി പറയാറുണ്ട്. അത് ഇങ്ങനെ ഈ ഉടക്ക് പറഞ്ഞ് അത് അങ്ങനെ കഴിഞ്ഞാലോ അത് കഴിഞ്ഞു. ഇനി ഒരു ബ്രേക്കും ഇല്ല. വേറെ ആളെ വിളിച്ചിരുത്ത്, വേറെ ആളെ വിളിച്ചിരുത്ത്. ഇത്രേ ഉള്ളൂ. ഇത്രയും പ്രൊവോക്ഡ് ആവും. വിമർശനങ്ങൾ കേൾക്കുമ്പോ എന്താ പറയാ, ഭയങ്കര അസഹിഷ്ണുത. പറ്റില്ല, അയക്ക് ഉത്തരം പറയാനില്ലാത്തപ്പോ ഓപ്പോസിറ്റ് ആളെ പൊട്ടൻ മണ്ടൻ അടിക്കും പിടിക്കും. സ്വന്തം ജീവിതത്തിൽ 400 കുടുംബങ്ങളിൽ ജീവിച്ച് ഇത്രയും ലോകം കണ്ട് ആളുകളെ കണ്ട മൈത്രേയൻ ദേഷ്യപ്പെടില്ല അല്ലേ? ഞാൻ പഠിച്ച പാടാതാ. ലോകം കണ്ട് മനുഷ്യരെ കണ്ട ആളുകൾ ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥകൾ മനസ്സിലാക്കും, സിറ്റുവേഷൻ മനസ്സിലാക്കും, അവരുടെ സംസാരം മനസ്സിലാക്കും. ഉത്തരം ഈ ലോകം കണ്ടവന് ഉത്തരം പറയാൻ പറ്റും. മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ കോപം അല്ലെങ്കിൽ ചാട്ടം ഒക്കെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നമ്മളെ ഫാമിലി മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മളത് കേട്ടിട്ടുണ്ട്. ഇത്രയധികം ഫാമിലി, ഇത്രയധികം വിവരമുള്ള ഈ മനുഷ്യന്
ഒരു സമാധാനമായിരുന്നിട്ട് ആ രോഹൻ പറയണ പോലുള്ള അതിന്റെ പകുതി സമാധാനെങ്കിലും അയക്കില്ല. ഇല്ല, അതാ പറഞ്ഞേ, ഇത്ര ഫാമിലിയെ കണ്ട് എല്ലാം പഠിച്ച മൈത്രേന് ദേഷ്യം അടക്കി വെക്കാൻ യൂസ്ലെസ് എന്നാ രോഹനെ വിളിച്ചേ. അറിയൂ, ഓപ്പോസിറ്റുള്ള ആളെ വിളിക്കുക യൂസ്ലെസ്. അടിക്കും. കയ്യൂക്കുള്ളവൻ്റെ ഒരുത്തനെ കഴിഞ്ഞാൽ ചള്ള നോക്കി ഒരൊറ്റ നാൾ പൊട്ടിക്കും യൂസ്ലെസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. തല്ല് കിട്ടാത്ത ഭാഗ്യം എന്ന് പറയണം മൈത്രേൻ്റെ, മനസ്സിലായ? അപ്പം ലോകം കണ്ട് ഇത്രയും പാഠങ്ങൾ പഠിച്ച് ലോകത്തിനെ പുതിയൊരു രീതിയിലേക്ക് നടത്താൻ, അല്ലെങ്കിൽ ലോകത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഘോരഘോരമായി സംസാരിക്കുന്ന മൈത്രേന് 2 ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാൻ പറ്റാതാവുമ്പോൾ മുന്നിലിരിക്കുന്നവനെ ഈ രീതിയിൽ യൂസ്ലെസ് എന്നും ഇത്രയും ദേഷ്യം വരുന്ന മൈത്രേയൻ താനൊരു പുല്ലുമല്ല. മനസ്സിലായില്ലേ? താൻ എപ്പോഴാണ് തൻ്റെ വാക്കുകളും അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങളിലും ആളുകൾക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ ഈ പറഞ്ഞ ലഹരിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഈ ലഹരി ഒന്ന് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വന്ന് കുറച്ചങ്ങനെ അടിച്ച് സെറ്റായി നടക്കാമെന്ന് വിചാരിക്കുന്ന കുറച്ച് എണ്ണങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ തന്നെ താങ്ങാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ചില ടൈംസിൽ താൻ ഈ ദൈവത്തിനെ കുറിച്ച് പറയുന്ന സംഗതികൾ എന്നെ പോലെ ദൈവം എന്ന കോൺസെപ്റ്റ് ഒട്ടും താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് തോന്നല് ചിലപ്പോൾ തന്നെ പൊക്കിപ്പിടിക്കും. അല്ലാത്ത പക്ഷം താൻ പറയുന്ന ഈ കുടുംബം റിലേറ്റഡ് ആയിട്ടും കുടുംബ ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടും ഒക്കെയുള്ള സാധനങ്ങൾ അട്ടർ ഫെയിലിയറാണ്. പിന്നെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും ലോകം കണ്ട് ഇത്രയും ആളുകളുടെ പ്രശ്നം തീർക്കാൻ നടക്കുന്ന ഒരാൾ ഒരു പൊടിക്ക് പോലും പ്രൊവോക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ പ്രൊവോക്ഡ് ആവുകയാണ്, തൻ്റെ ബോഡി ലാംഗ്വേജ് മാറുകയാണ്, താൻ ദേഷ്യം വരികയാണ്. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യുക. താൻ എനിക്ക് എന്താ അറിയോ, ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള അഹങ്കാരം തലയ്ക്ക് കയറി. മാത്രമല്ല അയാൾക്ക് അയാളെ ഫാമിലി കാണിച്ചിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ അയാളെ കൊണ്ട് പറ്റണില്ല. ഒരിക്കലും പറ്റില്ല അയാൾക്കത്. അതെങ്ങനെ കാണിക്കാൻ പറ്റും? കാരണം സ്വന്തം ലൈഫിൽ തന്നെ പാർട്ട്ണറിനായിട്ടുള്ള എല്ലാ പരിപാടിയും നിർത്തി എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന പാർട്ട്ണറുടെ കൂടെ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ട്ണർ ഒപ്പുണ്ട്. മകൾക്ക് ഇപ്പോഴും മകളുടെ കാര്യങ്ങൾ വരുമ്പോ ഇയാൾ എന്ത് വരലുണ്ട്, സംസാരിക്കാൻ വരലുണ്ട്. അയാൾക്ക് അയാളെ തിയറി അയാളെ വീട്ടിൽ പോലും നടപ്പിലെടുത്താൻ പറ്റിയിട്ടില്ല ശരിക്കും പറയാം. അവിടെ തന്നെ അയാൾ തോറ്റ ഫെയിലിയറാണ്. എന്നിട്ട് അയാളാണ് ഈ വന്നിരുന്നത് നാട്ടുകാർ ഉത്ബോധിപ്പിക്കാൻ നടക്കുന്നത്. അല്ല, പണിക്കും പോയി കൂടെ കാക്കാം. അത് മാത്രം പറയരുത്. അയ്യോ സോറി കേട്ടോ, വേർപ്പിന്റെ അസുഖമുണ്ടോ ഞങ്ങൾക്ക് അറിയാലോ, പണിയെടുക്കാൻ വയ്യല്ലോ അല്ലേ, വെള്ളം എന്താണെങ്കിലും.